ഹലോ എല്ലാവർക്കും അവർ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ്. ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒരു മീറ്റപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് സക്സസ് ആയ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ കുറേ വർഷങ്ങളായി ഞങ്ങൾ ഒരുമിച്ച് കണ്ടിട്ട് മാക്സിമം ഒരു 1 ഇയർ അതിന് മേലെയായി കാണും. അവസാനമായിട്ട് ഞങ്ങൾ കണ്ടത് ഇവിടെ ശ്രീവത്സത്തിൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ ആ ഒരു ടൈമിലാണ്. ഹൗസ് വാമിങ്ങിൻ്റെ ടൈമിൽ എല്ലാവർക്കും ഇതുപോലെ തന്നെ കുറച്ച് തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഒന്നും നമുക്ക് വരാനായിട്ട് അവർക്ക് പറ്റിയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്രണ്ട്സിന് മാത്രമായിട്ട് ഞങ്ങൾ ഒരു ഗെറ്റ് ടുഗദർ പോലെ ആയിട്ടൊക്കെ ഞങ്ങൾ വെച്ചിരുന്നു. അപ്പോൾ അന്നാണ് ഞങ്ങൾ എല്ലാവരും കണ്ടിരുന്നത്. ഇപ്പോൾ തന്നെ ഇതിൽ 4 പേരേ ഉള്ളൂ. ഇനി 2 ആൾ മിസ്സിങ് ആണ്. അവർ ഇവിടെ നാട്ടിലില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം ഞങ്ങൾ എന്തായാലും എല്ലാവരും പോയിട്ടുള്ളൊരു വീഡിയോ എന്തായാലും ഇടും മീറ്റപ്പിൻ്റെ. അപ്പോൾ അവരുടെ ഒരു കുറവ് എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു കാര്യം. നമുക്ക് നമ്മുടെ ഒരു ഗ്യാങ് എന്ന് പറയുമ്പോൾ എല്ലാവരും അതിൽ ഉൾപ്പെടുമ്പോൾ തന്നെയാണ് അതിൻ്റെ സന്തോഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൽ ഞങ്ങൾ 4 പേരേ ഉള്ളൂ എങ്കിലും നമുക്ക് വിഷമമുണ്ട്. എല്ലാവരും കൂടിയിട്ട് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം അതൊരു വേറെ ലെവൽ തന്നെയാണ്. എങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഈ നെക്സ്റ്റ് ടൈം എന്തായാലും പൊളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ടൈം 11:30 അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഒരു പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് ഔട്ടിങ് കാര്യങ്ങളൊന്നും ഈ പ്ലാനിങ്ങിലില്ല. ജസ്റ്റ് എല്ലാവർക്കും ഒന്ന് കണ്ട് നമ്മൾ പഴയ കാലത്തൊക്കെ ഒന്ന് സംസാരിച്ച് കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പിരിയണം എന്നാണ് ഞങ്ങളുടെ ഒരു പ്ലാനിങ്. അപ്പോൾ അതിനായിട്ട് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത് കുന്നംകുളത്തുള്ള ഫുഡ് കോർട്ടിൻ്റെ റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ അത് സ്റ്റാർ മാജിക്കിൻ്റെ തന്നെയാണ്, കുന്നംകുളം സ്റ്റാർ മാജിക്കിൻ്റെ തന്നെ ഒരു റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ ഞങ്ങളവിടെ എത്തിയ ശേഷം നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി വെയിറ്റിങ്ങിലാണ്. ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഞാൻ വെജാണ് പറഞ്ഞത്, വെജ് ബിരിയാണിയാണ് പറഞ്ഞത്. പനീറിൻ്റെ വെജ് ബിരിയാണിയും ബാക്കി 3 ആളും കിഴി ബിരിയാണിയും പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ വെജ് കഴിക്കാൻ കാരണം വേറൊന്നുമല്ല, ഞങ്ങളുടെ വീട്ടിൽ നോലുമ്പുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വെജ് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനുശേഷം നമുക്ക് കുറേ നേരം സമയം ഉണ്ടായിരുന്നു. വർത്തമാനമൊക്കെ പറയാൻ ഒരുപാട് സമയം ഉണ്ടായിരുന്നു. കാരണം ബിരിയാണി എത്താൻ ഒരുപാട് ടൈം എടുത്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എടുത്തു തരാനായിട്ട് ആരൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ടേബിൾ കാലിയിട്ടാണ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞങ്ങൾ ക്യാമറയൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. എന്തായാലും ഞങ്ങൾ വീഡിയോസൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടി. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഒരുപാട് കാര്യത്തിന് ശേഷമാണ് നമ്മൾ കാണുന്നത്. വീട്ടുകാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും അങ്ങനെ ഒരുപാട് പണ്ടത്തെ കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ ഇതിൽ സംസാരിക്കും. അപ്പോൾ ഞങ്ങളിപ്പോൾ 2012 കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 2012 വേറൊന്നുമല്ല കേട്ടോ. ഞങ്ങളുടെ ഫ്രണ്ട്സായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സായിട്ട് മീറ്റ് ചെയ്ത് ഇതുപോലൊക്കെ സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ പണ്ടത്തെ ആ ബാച്ച് 2012 ആ ബാച്ചിലെത്തും. നമ്മൾ ആ ഒരു കോളേജ് സ്റ്റുഡൻസായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് കേട്ടോ. നമ്മുടെ ടോക്കായാലും നമ്മളുടെ പ്രവർത്തികളൊക്കെ ഫ്രണ്ട്സായിട്ട് വരുമ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങളാണ്. ആ പഴയ ആ ഒരു എന്താ പറയുക, പറ്റാത്തൊരു ഫ്രീഡം നമ്മളുടെ ഉള്ളിൽ നിന്ന് ആ ഒരു ഫ്രീഡമാണ് കേട്ടോ പുറത്ത് വരുന്നത്. എന്തൊക്കെയോ പറയുന്നുണ്ട്, നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയാണ് അത്രയും സന്തോഷം കൊണ്ട് നമുക്ക് എന്തൊക്കെയോ പറയണം എന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയണം എന്ന് തോന്നും, പക്ഷെ ഒന്നും കംപ്ലീറ്റ് ആവില്ല. എല്ലാവരും പകുതി അവിടുന്ന് ഇവിടുന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയും. അതാണ്. അപ്പം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് 2012 ബാച്ചിലാണ്. ഞങ്ങളുടെ ആ ഒരു കോളേജ് ലൈഫിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇപ്പോൾ അതുപോലെ തന്നെ ഒരു 10 വയസ്സ് ഞങ്ങൾക്ക് കുറഞ്ഞിരിക്കുകയാണ്. ആ ഒരു ഫീലെന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ഫുഡിനായിട്ട് വളരെ വെയിറ്റിങ്ങിലാണ് കേട്ടോ. ആ ഫുഡ് വരെ ഇനിയും ടൈം എടുക്കുന്ന തോന്നുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു 13 ഇയേഴ്സ് ആയിട്ടൊരു ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ പലപ്പോഴും ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ഒത്തുകൂടാനായിട്ട് അധികമൊന്നും പറ്റിയിട്ടില്ല. കാരണം വേറൊന്നുമില്ല, എല്ലാവരും കല്യാണമൊക്കെ കഴിഞ്ഞ് സെറ്റാണ്. കുട്ടികൾ, ഹസ്ബൻഡ്. പൊതുവെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളായി അവരുടെ സൗകര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യാനായിട്ട്. ഞങ്ങളിത് കുറേ നാളുകൾക്ക് മുന്നേ തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത്ര നാൾ ഡിലേ ആവാൻ കാരണം ഇതാണ്. ഒരാൾക്ക് തിരക്കൊന്നും ഒഴിയുമ്പോൾ ഒരാൾ ഭയങ്കര ബിസി ആയിരിക്കും. അപ്പോൾ കുട്ടികളാവുമ്പോൾ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇറങ്ങണം. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അത് വുമൺസിന് നമ്മളതിൽ അങ്ങനെയാണ് ഒരുവിധം. വുമൺസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു തോന്നൽ. പക്ഷേ ജെൻസിനെ സംബന്ധിച്ച് അങ്ങനെയൊന്നുമില്ല. അവർക്കിപ്പോൾ ഒരുവിധം ആൾക്കാർക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളൊന്നും അവർക്ക് ഇപ്പോൾ ഫാമിലി ആയിട്ടാണെങ്കിലും അവർക്ക് മീറ്റപ്പൊന്നും വെക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും ജെൻസിന് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഞങ്ങളുടെ ഒരു കോളേജ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അന്നൊന്നും വാട്സപ്പൊന്നും അങ്ങനെ അധികം ആർക്കൊന്നും ഫോൺ തന്നെ എല്ലാവർക്കും ഫോണൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് നമ്മൾ വീട്ടിൽ അമ്മയ്ക്കോ അച്ഛനോ ഫോൺ ഉണ്ടെങ്കിൽ അതിൽ വിളിച്ചിട്ടാണ് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് ഫ്രണ്ട്സായിട്ട്. അതും വളരെ റെയറായിട്ടായിരുന്നു. അങ്ങനെ ഫോണിലുള്ള സംസാരങ്ങളൊക്കെ വളരെ കുറവായിരുന്നു.
കൂടുതലും നമ്മൾ കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ കോളേജിൽ എല്ലാവരും കൂടിയുള്ള സംസാരവും കാര്യങ്ങളും അത്ര തന്നെയുള്ളൂ. പിന്നെ എപ്പോഴെങ്കിലും നമ്മൾ പുറത്തേക്കൊക്കെ ഒന്ന് പോവും, അത്ര തന്നെ. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഫോണിലുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ കാത്തിരിപ്പിന് വിരാമിട്ടുകൊണ്ട് നമ്മുടെ ഫുഡ് ഇവിടെ ആഗതനായിരിക്കുകയാണ്. അപ്പം നമുക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ എല്ലാവർക്കും, പ്രത്യേകിച്ച് എനിക്ക്. കാരണം ഞാൻ രാവിലെ വളരെ ലൈറ്റായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഈ മീറ്റപ്പ് ഉള്ളത് കൊണ്ട് തന്നെയാണ് കഴിച്ചത്. ഓൾറെഡി നമുക്ക് ഒരു ശരിക്കും നമ്മൾ ഫുഡ് കഴിക്കുന്ന ടൈം ആയിട്ടില്ല. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും നമുക്ക് വിശക്കണമല്ലോ. അപ്പോൾ അത് കാരണം നമ്മൾ പ്ലാൻ ചെയ്ത് ഞാൻ കുറച്ച് ലൈറ്റായിട്ട് കഴിച്ചതാണ്. അതുകൊണ്ട് എനിക്ക് നല്ല വിശപ്പുണ്ട്. അപ്പോൾ അത് ആദ്യം തന്നെ അതേ കിഴി ബിരിയാണി ഓപ്പൺ ചെയ്തിട്ടുണ്ട് നിഷി. അപ്പോൾ അത് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ആ വാഴയിലയിൽ പൊതിഞ്ഞ ഒരു മണം, അത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ വാഴയിലെ കപ്പലുള്ള വെള്ളം ഉണ്ടാവും, ആ ഒരു സ്മെല്ല്. വാഴയിലയുടെ കാര്യം നമുക്ക് പറയണ്ടല്ലോ. ഏത് ഫുഡും വാഴയിലയിൽ പൊതിഞ്ഞ് കിട്ടുമ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ആ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ അതേ കിഴി ബിരിയാണിയുടെ ഒപ്പം തന്നെ നമുക്ക് സർലാസ് ഉണ്ട്, അച്ചാറുണ്ട്. ഒരു അച്ചാർ പറയാണ്ടിരിക്കാൻ പറ്റില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഡേറ്റ്സ് ഒക്കെ ചേർന്നിട്ട് അച്ചാറായ കാരണം കൊണ്ട് നല്ലൊരു ചെറിയ മധുരം ഒക്കെ ഉള്ള ഒരു അച്ചാറായിരുന്നു. അപ്പോൾ ദേ നിഷി ഇവിടെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പനീർ ബിരിയാണി ആയിരുന്നു. അപ്പോൾ ദേ നിഷി ഇവിടെ സൂപ്പറാണെന്നൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പനീർ ബിരിയാണിയുടെ ഒപ്പം ഞാൻ ഗോബി മഞ്ചൂരിയനും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഗോബി മഞ്ചൂരിയനും എൻ്റെ ബിരിയാണിയൊക്കെ അടിപൊളി, എനിക്ക് എല്ലാം ഇഷ്ടമായി. എനിക്ക് പനീർ ബിരിയാണി ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ഫുഡിൻ്റെ കാര്യത്തിൽ പക്കയാണ്, എല്ലാവരും അടിപൊളിയായിരുന്നു, പ്രതീക്ഷയോട് നന്നായി. അപ്പോൾ അതേ ഫുഡിനെ പറ്റിയിട്ടാണല്ലോ ഇവിടെ ഭയങ്കര സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫുഡ് കഴിക്കും, ഫുഡിനെ പറ്റിയിട്ടില്ലാണ്ട് വേറെ എന്താ സംസാരിക്കുക. അപ്പോൾ ഇവിടെ നിഷിൻ രാജും അവരുണ്ടാക്കിയ ഫുഡിനെ പറ്റിയിട്ടും കഴിച്ച ഫുഡിനെ പറ്റിയിട്ടൊക്കെ അങ്ങനെ ഒരുപാട് നീണ്ടു പോകുകയാണ് കേട്ടോ ടോക്ക്. അപ്പോൾ ഞങ്ങളിവിടെ ഇത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ജ്യൂസ് എന്തെങ്കിലും ഓർഡർ ചെയ്യണോ എന്നുള്ളൊരു ഡൗട്ടിലാണ്. കാരണം ഓൾറെഡി ഇത് കഴിച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര ഹെവിയാവും, വയറ് ഹെവിയാവും. അപ്പോൾ ഇനി ജ്യൂസ് കയറുമോ എന്നുള്ളത് ഇത് കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ ലാസ്റ്റ് നമുക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പോൾ ഇതേ ഇവിടെ ഫുഡൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങി. ഇനിയിപ്പോൾ എന്തായാലും ജ്യൂസ് ഓർഡർ ചെയ്യേണ്ട കാര്യത്തിന് തീരുമാനമായിട്ടുണ്ട്. ജ്യൂസ് എന്തായാലും ഒരെണ്ണം പറഞ്ഞാൽ മതി എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. നമുക്ക് എന്തായാലും ബിരിയാണി കഴിക്കുമ്പോൾ ദഹനത്തിന് ഒരു പൈനാപ്പിളോ അങ്ങനെ എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ പൈനാപ്പിൾ തന്നെ ഒരെണ്ണം ഓർഡർ ചെയ്തു. എല്ലാവരും ഷെയർ ചെയ്തിട്ട് ഞങ്ങൾ എല്ലാവരും കഴിച്ചു. അപ്പോൾ എല്ലാവരും കഴിക്കുകയും ചെയ്തു, പിന്നെ ആർക്കും ഹെവി ആയില്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഈ ഫുഡ് കഴിക്കൽ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഇനി എന്താണ് പ്ലാനിങ് എന്നാണ് ആലോചിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ടൈം ആയി തുടങ്ങി, ഒരു 1:45 ആയിട്ടുണ്ട്. നമുക്ക് ടൈം ഇനിയുണ്ട്. കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്നതിനെക്കാട്ടും മുന്നേ നമുക്ക് വീടെത്തണം, അതാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി സംസാരിക്കാം എന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഞങ്ങളിതേ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഞങ്ങൾ ഇറങ്ങുകയാണ് ഇനി നമ്മളിപ്പോൾ ഇവിടെ തന്നെ നമുക്ക് സ്റ്റാൻഡിലാണ്. അപ്പോൾ നിങ്ങൾ സ്റ്റാൻഡിൽ എത്താനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവിടെ നിന്നാണ് നമ്മൾ എല്ലാവരും ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ളൊരു പ്ലേസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡിനെ പുതിയ സ്റ്റാൻഡ് എല്ലാവർക്കും അറിയാമല്ലോ, നല്ല ബ്യൂട്ടിഫുള്ളാണ്, ഭയങ്കര ക്ലീൻ ആയിട്ടുള്ളൊരു പ്ലേസാണ്. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ കുറേ നേരം സംസാരിച്ചു, കുറച്ച് നേരം സംസാരിച്ചു. അപ്പോൾ ഓരോരുത്തർക്കുള്ള ടൈമുള്ള ബസ് ഓരോ ടൈമിലാണ് വരുന്നത്. അപ്പോൾ അതുവരെ നമുക്ക് ടൈമുണ്ട് എന്തായാലും ടോക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ കുറേ ഫോട്ടോസും സെൽഫിയൊക്കെ എടുത്തു. അപ്പോൾ ദീപുവിന് പോകാനായിട്ട് ടൈമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു വീഡിയോ ഒക്കെ എടുത്ത് റീലൊക്കെ സെറ്റ് ചെയ്ത് ബായൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ദീപു പോയി. അതിന് ശേഷം നമുക്ക് കുറച്ച് സമയം കൂടി ഉണ്ട്. ബിരിയാണി കഴിച്ചതുകൊണ്ടാണ് തോന്നുന്നു നമുക്ക് നല്ല ദാഹമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊരു ജ്യൂസ് കഴിക്കാമെന്നൊരു പ്ലാനിങ് ആയി. അപ്പോൾ അവിടെ അടുത്തുള്ള ജ്യൂസ് ഷോപ്പ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ നല്ല സ്പെഷ്യൽ ജ്യൂസൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീട്ടിൽ നമുക്കതൊന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചാൽ കയറില്ല. അവിടെ എത്തിയ പറഞ്ഞത് ജ്യൂസ് ആ സ്പെഷ്യൽ ജ്യൂസ് ഇല്ല, ബാക്കിയെല്ലാം ഉണ്ട്, അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഓർഡർ ചെയ്തോളൂ എന്ന് പറഞ്ഞു.
അപ്പോൾ ഞങ്ങൾ കുറേ നോക്കി എവിടെയെങ്കിലും ഒന്ന് നമുക്ക് ഓർഡർ ചെയ്യാം, അധികം ഹെവി ആയിട്ടുള്ളൊന്നും പറ്റില്ല, അപ്പോൾ ലൈറ്റ് ആയിട്ടുള്ള അത് മാത്രമേ ഇപ്പോൾ നമുക്ക് കയറുള്ളൂ. ഓൾറെഡി ബിരിയാണി കഴിച്ചിട്ട് നമ്മുടെ വയറൊക്കെ ഫുള്ളാണ്. അപ്പോൾ ഞങ്ങൾ മിൻറ്റ് വിത്ത് ലെമൺ എന്നുള്ളത് ഓർഡർ ചെയ്തത്, അതാവുമ്പോൾ വയറിന് സുഖമാണല്ലോ. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് ഇവിടെ നിന്ന് എല്ലാവരും ഓരോരുത്തരുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ എല്ലാവർക്കും കാണാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് 3-4 ആൾക്കാർക്ക് ഒരുമിച്ച് കാണാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇനി നെക്സ്റ്റ് ടൈം എന്തായാലും എല്ലാവരും കൂടാനായിട്ട് ഈശ്വരൻ നമ്മൾ അനുഗ്രഹിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. ഇതുപോലൊരു ടൈം കിട്ടുക, അതിനുള്ളൊരു സന്ദർഭം ഒരിക്കലും ഈശ്വരനോട് ആദ്യം നന്ദി പറയുകയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ബൈ.